ഗൈസ്, ലിസൺ മീ കെയർഫുള്ളി. ബിറ്റ്കോയിൻ അടുത്ത 18 മാസത്തിനുള്ളിൽ, അതായത് 2025 ഡിസംബറിനുള്ളിൽ 100K പാസ് ചെയ്യും. 100K ഏകദേശം എനിക്ക് തോന്നുന്നു മാർച്ചിനുള്ളിൽ പാസ് ചെയ്യും. 100K, അത് കഴിഞ്ഞ് 150K, 200, 250, 280. എൻ്റെ ഒരു ടാർഗറ്റ് ഏകദേശം 280 അല്ലെങ്കിൽ 250K to 380K, ഈ ഒരു മിഡിലായിട്ട്, അതായത് 250Kക്ക് മുകളിലും 380Kക്ക് അകത്തുമായിട്ട് 2025 ഡിസംബറിനുള്ളിൽ പോകും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് റേസ് ചെയ്യും. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു നിശ്ചിത തുക അടുത്ത 5 കൊല്ലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ബിറ്റ്കോയിനിൽ. നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും, എല്ലാ വെള്ളിയാഴ്ചയിലും നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ബൈ വീക്കിലി, അല്ലെങ്കിൽ എല്ലാ മാസവും, അല്ലെങ്കിൽ 3 മാസം ഇരിക്കാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ കാണേണ്ടത്, ഓരോ മാസം കഴിയുന്തോറും നിങ്ങൾ ബിറ്റ്കോയിൻ റിച്ച് ആണോ, അതായത് നിങ്ങൾ എത്രമാത്രം സതോഷി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഒരു ബിറ്റ്കോയിന് നമുക്ക് 100 കോടി സതോഷിയായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു ബിറ്റ്കോയിനിൽ 100 കോടി സതോഷിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സതോഷിയായിട്ട് നിങ്ങൾക്ക് മേടിക്കാം, 10 സതോഷിയായിട്ട് മേടിക്കാം, 1000 സതോഷിയായിട്ട് മേടിക്കാം, 10 സതോഷി അല്ലെങ്കിൽ 50,000 സതോഷിയായിട്ട് മേടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം, നിങ്ങൾ ഓരോ മാസം കഴിയുന്തോറും നിങ്ങളുടെ കഴിഞ്ഞ മാസത്തേക്കാളും കൂടുതൽ സതോഷി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു തുക ബിറ്റ്കോയിൻ കൊണ്ട് മേടിക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻ, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ മര്യാദയ്ക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അടുത്ത ജനറേഷൻ ദേ വിൽ നെവർ വർക്ക് ഫോർ സമ്മൺ. യഥാർത്ഥ ഈ ഫൈനാൻഷ്യൽ സ്ലേവ്സ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം അവർക്ക് കിട്ടും. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും കിട്ടും. എൻ്റെ ഒരു ഏകദേശ കണക്കനുസരിച്ച്, അല്ലെങ്കിൽ ലോകത്തിലെ വലിയ വലിയ അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കണക്കനുസരിച്ച് 2021 ബേസ് കേസ് അറ്റ്ലീസ്റ്റ് ബിറ്റ്കോയിൻ വേണ്ട $11-13 മില്യൺ ബിറ്റ്കോയിൻ്റെ വില. അറ്റ്ലീസ്റ്റ് അത് ബേസ് കേസാണ് കേട്ടോ. വളരെ ബേസ് കേസിൽ 21 കൊല്ലം കൂടെ കഴിയുമ്പോൾ എന്ന് പറയുന്നത് 2024, 33, 44, 45, 2045 ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11-12 മില്യൺ. വളരെ ബേസ് കേസാണ്. അത് 20 മില്യൺ ആവാം, 25 മില്യൺ ആവാം. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തുവാണെങ്കിൽ അതിൻ്റെ എത്ര ശതമാനം നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു വ്യൂ നിങ്ങൾക്കുണ്ടായിരിക്കണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതെടുക്കുക. ഇത് സ്കാമല്ല. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇത് സ്കാമല്ല. അതൊക്കെ മുകളിലാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ പൊതുവേ ഒരു ജനസംസാരമുണ്ട്, ഇത് സ്കാമാണ്. കാരണം ഇതിന് പുറകിൽ ഒത്തിരി ആളുകൾ ചതിക്കപ്പെടുന്നുണ്ട്. അതൊന്നും അല്ല യഥാർത്ഥ വാസ്തവം. യഥാർത്ഥത്തിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇസ് എ ഹ്യൂജ് ഡെവലപ്മെൻ്റ് ആണ്. പുതിയ മോണിറ്ററി സിസ്റ്റമാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് വെറുതെ നിങ്ങളുടെ ലൈഫ് വെറുതെ ഓരോ കാര്യങ്ങളും നോക്കി കളയരുത്. സ്കാമാണെന്ന് വിചാരിക്കരുത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ബിറ്റ്കോയിൻ എക്സ്പ്ലോഡ് ചെയ്തു തുടങ്ങും, പ്രൈസ് അപ്രിസിയേഷൻ ചെയ്തു തുടങ്ങും ഫാസ്റ്റായിട്ട്, നിങ്ങൾ ഒരു അസറ്റിലും കാണാത്ത രീതിയിൽ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.